ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഞാൻ പറയുന്നുണ്ട്, വിശദമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ആ നക്ഷത്രക്കാരുടെ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്, DNA അസ്ട്രോളജി അനുസരിച്ച് ആരും പറഞ്ഞു തരാത്ത, ജീവിതം മാറ്റുന്ന, ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത ചില രഹസ്യ കാര്യങ്ങളോട് പറഞ്ഞുതരാം, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന. വിശദമായിട്ട് പറയുന്നുണ്ട്, വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വളരെ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് എനിക്ക് ഇട്ടാൽ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും. മറ്റൊരു തന്നോട്ട് ഭാരം വെക്കുന്ന കാര്യമോ പ്രേമസംബന്ധമായ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ, ജീവിതം മാറാൻ, രക്ഷപ്പെടാൻ, അങ്ങനെയുള്ള ഏത് കാര്യം ചോദിക്കാം. അതിനുള്ള ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ചുരുക്കിയേ ചോദിക്കാവുള്ളൂ. എൻ്റെ അറിവിലുള്ള നല്ല കാര്യം പറഞ്ഞു തരും. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. അതിനാണ് താല്പര്യമെങ്കിൽ അതിനുള്ളൊരു വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഞാൻ റിപ്ലൈ തരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ, പിന്നെ അവനവൻ്റെ പ്രവർത്തി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ ഏതൊക്കെ ക്ഷേത്രങ്ങൾ ദർശനങ്ങൾ ചെയ്യണം, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇങ്ങനെ നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് രീതി പറയും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. പിന്നെ മുൻഗണനാക്രമത്തിലായിരിക്കും. എന്നിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം അതിനൊരു ചെറിയ നിശ്ചിത ഫീസുണ്ട്. അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഇപ്പം വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പം പിന്നെ ഇന്ന് വഴിപാട് ചെയ്താൽ നാളെ മാറുമെന്നൊന്നും വിചാരിക്കരുത്. ചിലർക്ക് മാറ്റവും വരാം. അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും ഭക്തിയും മനസ്സിന് വിശ്വാസവും പോലെ ഇരിക്കും. പിന്നെ സാധിക്കുന്ന പോലെ ഇതൊക്കെ ആവർത്തിക്കുകയും പരിശ്രമിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് മാറ്റം വരുന്നത്. അതെല്ലാം ആദ്യം പറഞ്ഞിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതുള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. ഞാൻ നമ്പർ ചിലർ എഴുതി വെക്കും, പിന്നെ വർക്ക് എടുക്കുമ്പോൾ റിപ്ലൈ ചെയ്യും, അത്രയേ ഉള്ളൂ. എല്ലാവരും എഴുതി വെക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് സാഹചര്യം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി വീഡിയോയിലേക്ക് വിശദമായിട്ട് വരികയാണ്. ഞാനീ പറഞ്ഞറിയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലോകത്തെ ആരും പറഞ്ഞു തരാത്ത പല കാര്യങ്ങളാണ്. അപ്പം ചിന്തിക്കുക, ഇതെന്താ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അപ്പം ഞാൻ ആരാണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവയോഗയാണ് ചെയ്യുന്നത്, ശിവവഴിയിലാണ്. ചെറുപ്പത്തിൽ തന്നെ ധാരാളം ആത്മീയ അനുഭവങ്ങളും ഈ പ്രപഞ്ചത്തിലെ പല ഗുരുക്കന്മാരുടെ നിന്ന് പല ദൃശ്യവും അദൃശ്യമായ പല പല അനുഭവങ്ങളും പല പല വിദ്യകളും ഒക്കെ എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത്. എല്ലാം സത്യസന്ധമായി ഒരു നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അപ്പം അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. ഇപ്പം ഞാൻ എൻ്റെ ഗുരുവിന് ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാനത് ശരിയായിട്ട് ചെയ്താലേ എനിക്ക് ഫലം ഉണ്ടാകത്തുള്ളൂ. അവിടെ എൻ്റെ പ്രയത്നവും കൂടെ, അതും പ്രയത്നം എന്നുള്ളതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി ചെയ്താൽ അത് ഫലം ഉണ്ടാകും. അല്ല ഗുരുവിനെ സ്വീകരിച്ചെന്ന് കരുതി, വിദ്യ കിട്ടിയെന്ന് കരുതി മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. വഴിപാട് അറിഞ്ഞുകൊണ്ടോ ചെയ്തെന്ന് കരുതി മാറ്റം ഉണ്ടാകത്തില്ല. ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നിങ്ങളുടെ മനസ്സ് അവിടെ വരണം. അതിന് ഏറ്റവും പ്രധാനമായ ഒരു രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ കാലം മറക്കണം. നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഭയങ്കര പരാജയങ്ങൾ ഉണ്ടായിരിക്കും, വലിയ വിജയങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. സന്തോഷവും വിഷമവും ഒക്കെ മറന്നു കളയണം. പഴയ കാലത്ത് എല്ലാം മറന്നു കഴിയുമ്പോഴേ നമ്മൾ ഇപ്പം ചെയ്യുന്ന വഴിപാടി പൂർണ്ണ ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തുള്ളൂ, മനസ്സ് ചെല്ലത്തുള്ളൂ. പഴയ കാലത്ത് വിജയങ്ങൾ ഉണ്ടായാലും കൊള്ളാം, പരാജയങ്ങൾ ഉണ്ടായാലും കൊള്ളാം. നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്ന നിമിഷം, വഴിപാട് ചെയ്യുന്ന നിമിഷം അതെല്ലാം മറന്നേക്കണം. എന്നിട്ട് വഴിപാട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും. 10 തവണ ചെയ്യേണ്ട വഴിപാട് ഒരു തവണ ചെയ്യുമ്പോഴേ ഫലം കിട്ടും. അല്ലാതെ ഒരു 10 അല്ല 15 അല്ല എത്ര ചെയ്താലും ഫലം കിട്ടണമെന്നുമില്ല. മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങ് ചൊല്ലണം. മനസ്സിൽ മുഴുവൻ മറ്റ് ചിന്തകളാണെങ്കിൽ ഫലം കിട്ടത്തില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട്, അല്ലാത്തവർക്ക് അതിൻ്റെ ഗുണവും കിട്ടത്തില്ല. ആവശ്യം പോലെ ചെയ്യുക. എല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവി 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 വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ ഈ നക്ഷത്രക്കാർ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പലർക്കും നടക്കുന്നു എന്നുള്ള അനുഭവമാണ്. സ്വപ്നം കാണുന്ന പലതും, എല്ലാമല്ല എങ്കിലും പല കാര്യങ്ങളും മിക്കവാറും നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പലർക്കും അങ്ങനെ നടക്കുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ്.
ഞാൻ ക്രമത്തിലല്ല പറയുന്നത്, എൻ്റെ മനസ്സിലെ ഒരു ഓർഡറിലാണ് പറയുന്നത്. ആദ്യം പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ഈ തൃക്കേട്ട നക്ഷത്രക്കാർ DNA അസ്ട്രോളജി അല്ലെ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും ഉള്ള നക്ഷത്രക്കാരാണ്. ഈ തമിഴ് ശുദ്ധ ജ്യോതിഷം അല്ലെ DNA അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും സിദ്ധന്മാരുമായിട്ട് ബന്ധപ്പെട്ട, സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്ന സിദ്ധന്മാരൊന്നുമല്ല, യഥാർത്ഥത്തിലുള്ള ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്ത് ശിവനെ പ്രാപിച്ച അല്ലെങ്കിൽ സിദ്ധ വഴി പോയ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ ജ്ഞാനമാണ്. കർമ്മ ബേസ് ആണ് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട്. അത് ഞാനത് ഫോളോ ചെയ്യുന്നതും പിന്നെ എനിക്ക് ഈശ്വരൻ തരുന്ന ആ ചില ജ്ഞാനങ്ങളുമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും ഉള്ളവരാണ്. ഇവർക്ക് DNA അസ്ട്രോളജി അനുസരിച്ച് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് ഇവർ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ നടക്കാം, ഭാവിയിൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് എല്ലാവർക്കും നടക്കണമെന്ന് നിർബന്ധമില്ല, എല്ലാ സ്വപ്നങ്ങളും നടക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എങ്കിലും ചില സ്വപ്നങ്ങളെങ്കിലും നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവരുടെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ചെറിയ കാര്യങ്ങൾക്ക് വരെ വലിയ രീതിയിൽ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു പ്രകൃതം ഇവർക്കുണ്ടാകാറുണ്ട്. മാത്രമല്ല ഇവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എപ്പോഴും സംശയം കാണും, സംശയബുദ്ധി കൂടുതലാണ്. ചിലപ്പോൾ ഇവർ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ വീട്ടിലെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർക്ക് എപ്പോഴും സംശയങ്ങൾ തോന്നിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല, ഇവരുടെ ചില രഹസ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇവർ ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും ഉള്ളതുകൊണ്ട് 2 കാര്യങ്ങൾ ചെയ്യണം കർമ്മരഹസ്യം അനുസരിച്ച്. ഒന്ന്, ആളുകൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യണം, നല്ല നല്ല ഹെൽപ്പ് ചെയ്യണം, നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കണം, പെട്ടെന്ന് ജീവിതം മാറും. ചന്ദ്രകർമ്മ ഉള്ളതുകൊണ്ടാണ് പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപെട്ട് ജോലി ചെയ്യുക, ആളുകൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു തൃക്കേട്ടയുള്ള ഒരാൾ ടെക്നിക്കൽ ഫീൽഡിലാണെങ്കിൽ നല്ല ടെക്നിക്കൽ സൊല്യൂഷൻസ് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, അല്ലെ ചെയ്തു കൊടുക്കുക. അത് പ്രതിഫലത്തിന് വേണ്ടിയും ചെയ്യണം, പ്രതിഫലം ഇല്ലാതെയും ചെയ്യണം, പെട്ടെന്ന് ജീവിതം മാറും. ഒരു ഹെൽപ്പ് കൂടെ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. 2 ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും ഉണ്ട്. ജീവിതത്തിൽ വ്യാഴാഴ്ചകളിൽ മൗനവ്രതം എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതെടുക്കാൻ പറ്റാത്തവർ വ്യാഴാഴ്ചകളിൽ ഒരല്പനേരം മൗനമായിട്ടിരുന്ന് ഗുരുചരണം ശരണം എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. എഴുതി വെച്ചു, ജീവിതം അത്ഭുതകരമായി മാറും. ഇതാണ് രഹസ്യം. ഇത് വേറെ ഒരിടത്തും ആരും പറഞ്ഞു തരത്തില്ല, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ, കാരണം ഇതൊക്കെ ഒരു ഡിവൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനൊരു സത്യം നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ എൻ്റെ മനസ്സിൽ സത്യം ഉണ്ടാകണം, എങ്കിലേ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി. ചുമ്മാ കുറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലൊന്നും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ സത്യം ഉണ്ടെങ്കിലേ സത്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് ഈശ്വരൻ ശക്തി തരത്തുള്ളൂ. അല്ലെ ചുമ്മാ വെറുതെ അതും ഇതും പറയുന്നതല്ല കാര്യം. എൻ്റെ മനസ്സിൽ സത്യം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും ജീവിതം മാറും. ഇനിയും പറയുന്ന നക്ഷത്രം പൂരമാണ്. ഈ പൂരം നാളുകാരും സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ നടക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ്. അവരുടെ പല കാര്യങ്ങളും സ്വപ്നത്തിൽ കാണുന്ന ഭാവിയിൽ നടക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൂര നക്ഷത്രവും തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് അല്ലെ DNA അസ്ട്രോളജി അനുസരിച്ച് ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ളതാണ്. അപ്പോൾ ഈ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ളതുകൊണ്ട് ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ശാരീരികമായിട്ട് ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്രായമുള്ള ഒരു ആളെ അല്ലെ കണ്ണ് കാണാത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യുക ശാരീരികമായിട്ട്. ഒരു വണ്ടി കുറേ പേര് തള്ളുന്ന കാണുക, അപ്പോൾ അത് അറിയാത്ത പോലെ നടന്നു പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളോട് ഹെൽപ്പ് ചെയ്യുക, ശാരീരികമായ ഹെൽപ്പുകൾ ചെയ്യുക. ചൊവ്വാകർമ്മ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജീവിതം മാറും. 2 വ്യാഴകർമ്മയുണ്ട്. ഇവരും ഗുരുക്കന്മാരുടെ, അതായത് ഇപ്പം പൂന്തുറ തക്കലസ്വാമി, പിന്നെ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ, പിന്നെ ബ്രഹ്മശ്രീ പൂന്തുറ സ്വാമി, ഇങ്ങനെ ഈ ഒരുപാട് പിന്നെ സമാധിയായ സദ്ഗുരുക്കന്മാരുടെ സമാധി മണ്ഡപങ്ങളുണ്ട്. ശ്രീ ശിവപ്രഭാകര സിദ്ധയോഗി, ഇങ്ങനെയുള്ള മണ്ഡപങ്ങളിൽ പോയി അഹങ്കാരോ അഭിമാനമോ ഒന്നുമില്ലാതെ ആ ഗുരുവിന് മുന്നിൽ സറണ്ടർ ചെയ്ത് അവിടെ ഇരുന്ന് അല്പനേരം ധ്യാനിക്കുക. ഒന്നും ആവശ്യപ്പെടേണ്ട, ധ്യാനിക്കുക. അവിടെ കർപ്പൂരം, ഒരു മണമുള്ള കുറച്ച് സാമ്പ്രാണി, അല്പം നെയ്യ്, ഒരു ദക്ഷിണയൊക്കെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഇത് വ്യാഴാഴ്ചകൾ ചെയ്യുക. എഴുതി വെച്ചു, ലൈഫ് മാറിയിരിക്കും. ഒരു തവണ ചെയ്തുകൊണ്ട് മാറണമെന്നില്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോഴേ മാറും. അത് അവരുടെ മനസ്സിന്റെ വിശ്വാസവും നന്മയും ഭക്തിയും കൊണ്ടാണ്. അത് അവനവന് അത് നമുക്ക് പറഞ്ഞ് നമുക്കത് തരാൻ പറ്റത്തില്ല. അവനവൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. അത് അങ്ങനെ ഉള്ളവർക്ക് പെട്ടെന്ന് മാറ്റം വരും, അല്ലാത്തവർ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞ കൃത്യം ലൈഫ് മാറാനുള്ള രഹസ്യമാണ് പറഞ്ഞായിരുന്നത്. പിന്നെ ഈ പൂരം നക്ഷത്രക്കാര്
സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ രക്ഷപ്പെടണം. ശ്രദ്ധിക്കണം, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടരുത്. അതായത് വിദേശത്തേക്കൊക്കെ ഒരു വിസ വന്നു, അത് ചിലപ്പം ഈ കാർത്തിക, മൂലം, പൂരം, രേവതി ഈ 4 നാളുകളിൽ ഏതെങ്കിലും ഒരു നാള ആണെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഒരു ഒരു വിദേശ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറയുക ഇച്ചിരി സ്വർണം അല്ലെങ്കിൽ ഒരു പണം ഇച്ചിരി കടം തരാമോ, അടുത്ത ആഴ്ച തന്നേക്കാം, മിക്കവാറും അത് കിട്ടണം യാതൊരു നിർബന്ധമില്ല, മിക്കവാറും വഴക്കയിലേ തീരത്തുള്ളൂ. പിന്നെ ഇപ്പം ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവരോട് പറയാം, ഭർത്താവ് പറയണ്ട കുറച്ച് സ്വർണം താ, ആരെങ്കിലും വന്നിട്ട് പറയുക ഞങ്ങൾ അടുത്ത ആഴ്ച എടുത്ത് തന്നേക്കാം, ഒരു രക്ഷയില്ല, വെറുതെ അത് വീട്ടുകാരറിയാം, ഒന്നും ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. ഈ നക്ഷത്രത്തിലുള്ള കാർത്തിക, മൂലം, പൂരം, രേവതി ഈ 4 നക്ഷത്രത്തിൽപ്പെട്ട പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള വീട്ടുകാരറിയാതൊന്നും ചെയ്യരുത്, എടുത്തു ചാടി ചെയ്യുകയും ചെയ്യരുത്. ആലോചിച്ച ചെയ്യാവുള്ളൂ, അല്ലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാം, ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ ഈ പ്രേമബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്ന കുട്ടികളാണേലും ശ്രദ്ധിച്ചോണം. അതിന് ഏറ്റവും നല്ല പരിഹാരം വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും ഭദ്രകാളിക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. മാസത്തിലൊന്ന് ചൈതന്യം കൂടിയ കൃഷ്ണക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേത് ക്ഷേത്രത്തിൽ വേണേലും പോവാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം, ഗുരുവായൂരോ അമ്പലപ്പുഴയോ ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ അമ്പലപ്പുഴയോ ഇങ്ങനെയുള്ള ഏതെങ്കിലും, കാരണം അവിടെയൊക്കെ പ്രത്യേകതകളുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് പെട്ടെന്ന് അവിടുത്തെ ചൈതന്യത്തിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ദൂരെയുള്ള വേറെയും ചൈതന്യവത്തായ ക്ഷേത്രങ്ങളിൽ പോകാം, അതിനകത്തൊന്നും തെറ്റില്ല. അപ്പൊ ഇതാണ് പൂരം നാളുകാരുടെ രഹസ്യം. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ പൂരം, മൂലം, കാർത്തിക, രേവതി ഈ 4 നാളുകാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞതേ ഉള്ളൂ. പൂരം നാളിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പൊ ഈ സ്വപ്നത്തിന്റെ കാര്യം പൂരം നാളുകാരെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ തട്ടിപ്പുകളിൽ പോയി ചാടാതെ സൂക്ഷിക്കേണ്ടത് 4 നാളുകാരാണ്: പൂരം, മൂലം, കാർത്തിക, രേവതി. ആ 4 നാളുകാരും ശ്രദ്ധിക്കണം. പിന്നെ ഈ ഗുരുക്കളുടെ സമാധിയിൽ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് പൂരം നാളുകാർക്ക് നല്ലതാണ്. അതുപോലെ ഈ കാർത്തിക, രേവതി, മൂലം, പൂരം ഈ 4 നാളുകാരും ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും വരുന്നതാണ്. പൊതുവായിട്ട് ഈ 4 നാളുകാരും ഗുരുക്കന്മാരുടെ സമാധി പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ വളരെ ഗുണം ചെയ്യും, ജീവിതം മാറും. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകൾ ഭക്തിയോടെ പോയി വഴിപാട് എന്നോട്ട് ചെയ്യാൻ തുടങ്ങുന്നോ അന്നോട്ട് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും. അമ്മയ്ക്ക് കടുംബായുസും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന നല്ലതാണ്. ഇനിയും വിശാഖം നാളാണ്. ഈ വിശാഖം നാള് ശരിക്കും പറഞ്ഞാൽ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും വരുന്നതാണ്. അപ്പം ഇവര് കാണുന്ന സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. ഇവർ കാണുന്ന പല സ്വപ്നങ്ങളും ചിലപ്പോൾ ഭാവിയിൽ നടക്കാം. അങ്ങനെ നടന്ന അനുഭവങ്ങളുണ്ട്, പലർക്കും നടക്കുന്നുമുണ്ട്. അങ്ങനെ ഉള്ളൊരു നക്ഷത്രമാണ് ഈ വിശാഖം. ഈ വിശാഖം നാളുകാർക്ക് ജീവിതം മാറാനുള്ള ഒരു രഹസ്യവിദ്യ ഞാൻ പറഞ്ഞുതരാം. തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് യാത്ര ചെയ്ത് ദൂരെയുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തൊഴുന്നത് നല്ലതാണ്. ദേവീ പ്രീതി കൊണ്ട് പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ ഇവര് മറ്റുള്ളവരെ സഹായിക്കുക, ഒരു പബ്ലിക്കുമായി ഇടപെട്ടുള്ള ജോലികളാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഭദ്രകാളി പ്രീതി ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. അതുപോലെ കൃഷ്ണപ്രീതി, അതും ദൂരെയുള്ള യാത്ര ചെയ്ത്, ഈ രാഹുകർമ്മയുള്ളൊരു യാത്ര ചെയ്ത് ഈ പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ്. ആ യാത്ര ചെയ്ത് പോയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. ഒരു വലിയ ദൂരയാത്ര അല്ലെങ്കിലും തീരെ ചെറിയ യാത്രയാകരുത്, അല്പം ദൂരയാത്രയായിരിക്കണം. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് നല്ലതാണ്. അതൊരു രഹസ്യമാണ് ഈ കർമ്മ ജ്യോതിഷം അനുസരിച്ച്, തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. അപ്പം ഈ വിശാഖം നാളുകാരെ കുടുംബജീവിതത്തിലൊക്കെ ഇച്ചിരി ഒരു ചില ചിട്ടകൾ അല്ലെങ്കിൽ ചില കാർക്കശ്യങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട്. അവർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകണം. അതുപോലെ ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും കൃഷ്ണക്ഷേത്രത്തിലും ദർശനം ചെയ്താൽ, കുറച്ച് യാത്ര ചെയ്ത് ദൂരെയുള്ള ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്താൽ എഴുതി വെച്ചോ, ഇവരുടെ ജീവിതം ആ നിമിഷം മുതൽ മാറിയിരിക്കും. ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം രോഹിണിയാണ്. ഈ രോഹിണി നക്ഷത്രക്കാര് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്, DNA അസ്ട്രോളജി അനുസരിച്ച് ബുധകർമ്മയും ശനികർമ്മയും ഉള്ളവരാണ്. ഇവർ കാണുന്ന പല സ്വപ്നങ്ങളും ഭാവിയിൽ നടക്കാം. ഇവരുടെ ജീവിതം മാറാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം
നല്ല അറിവുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അറിയാവുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, പിന്നെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ ജീവിതം പെട്ടെന്ന് മാറും. കാരണം ബുധകർമ്മ എന്ന് പറഞ്ഞാൽ അറിവാണ്, നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കുക. ശനി എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അതാണ് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് കർമ്മ രഹസ്യം. അതാണ് അവരുടെ ജീവിതം പെട്ടെന്ന് മാറും. പിന്നെ ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. ഫിനാൻസ്, ബ്യൂട്ടീഷ്യൻ, ബ്യൂട്ടി പാർലർ, ടെക്നിക്കൽ മേഖലകൾ, ഡിസൈനിങ് മേഖലകൾ. ഒരു സ്ത്രീ ആണെങ്കിൽ ബ്യൂട്ടീഷ്യന്, ബ്യൂട്ടി പാർലർ, ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, ഏത് തരത്തിലുള്ള ഡിസൈനിങ് ആണെങ്കിലും. പുരുഷനാണെങ്കിൽ ബിടെക് സിവിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങോ. അത്ര ഉറപ്പുള്ളതുകൊണ്ടാണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള മേഖലകളെ, ഫിനാൻസ് മേഖലകളെ ഒക്കെ അതിനുള്ളൊരു സ്വതസിദ്ധമായ കഴിവ് ഇവർക്ക് ഉണ്ടാകും. അത് ഇവരറിഞ്ഞാൽ ഇവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. അത് ഇവർ മനസ്സിലാക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. മനസ്സിലായോ? പിന്നെ എല്ലാവരും ഇപ്പോൾ ആ മേഖല ആയിരിക്കണമെന്നില്ല, എങ്കിലും ഈ കഴിവറിഞ്ഞ ആ മേഖല വന്നാൽ നമുക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവനവൻ്റെ ഇഷ്ടം. ഇപ്പം എല്ലാവർക്കും ഈ മേഖലകൾ ഇഷ്ടമാകണമെന്നില്ല, രോഹിണി തന്നെ ഉള്ളവരാണെങ്കിലും. അപ്പോൾ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു ഇത്തരം കഴിവുകൾ ഇവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം ചോതിയാണ്. ഈ ചോതി നക്ഷത്രക്കാരും കാണുന്ന ചില സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കും എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവരും ശനികർമ്മയും ചൊവ്വാകർമ്മയും DNA അസ്ട്രോളജി അനുസരിച്ചുള്ളവരാണ്. ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഭദ്രകാളി പ്രീതി വലിയ മാറ്റം വരുത്തും. ഭദ്രകാളി ക്ഷേത്രത്തിൽ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എന്ന് മുതൽ വിളിച്ചു തുടങ്ങുന്നോ അന്ന് മുതൽ ലൈഫ് ചേഞ്ച് ആകും. മനസ്സമ്മയെ ചെല്ലണം, അമ്മയെ വിശ്വസിക്കണം. അത്ഭുതമായ കാര്യം. ഇവരുടെ ഏറ്റവും പ്രധാന രഹസ്യമാണ്. ഇവർ വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതോടൊപ്പം ശനിയാഴ്ചയും കൂടെ പോകണം. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. അതൊരു രഹസ്യമാണ്. മനസ്സിലായില്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ല, ചില കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മൾ ജീവിതം മാറുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊരു ഒരു ഒരു തമിഴ് സിദ്ധൻ്റെ അടുത്തോ, അല്ലെങ്കിൽ സിദ്ധൻ എന്ന് പറഞ്ഞാൽ നല്ല സന്യാസി അല്ലെങ്കിൽ നല്ലൊരു യോഗിയുടെ അടുത്തോ ചെന്നാൽ അവർ കൃത്യം ജീവിതം വേണ്ട കാര്യമേ പറയത്തുള്ളൂ, അധികം സംസാരിക്കത്തില്ല. കാരണം അത് മതി. അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക. ഇനിയും അടുത്ത പറയാൻ പോകുന്ന നക്ഷത്രം മൂലം ആണ്. ഈ മൂലം നാളുകാരും കാണുന്ന സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാം അങ്ങനെയുള്ള ഒരു യോഗ സാധ്യത ഉള്ളൊരു നക്ഷത്രമാണ്. ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയാണ് വരുന്നത്. ഇവർക്കും ഇവരുടെ ദുരിതങ്ങൾ മാറാൻ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനവും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനവും വളരെ പെട്ടെന്ന് ജീവിതം മാറ്റും. കൃഷ്ണന് പാൽപ്പായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക, ഭദ്രകാളിക്ക് കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. ഇത് വളരെ പെട്ടെന്ന് ഇവരുടെ ജീവിതം മാറ്റും. ഇവരും ഗുരുക്കന്മാരുടെ സമാധികളിൽ പോയി പ്രാർത്ഥിക്കാൻ നല്ലതാണ് വ്യാഴാഴ്ചകളിൽ. പിന്നെ അതുപോലെ ഗുരുചരണം ശരണം എന്ന മന്ത്രം ജപിച്ച് വ്യാഴാഴ്ചകളിൽ മൗനവ്രതം ആചരിക്കാൻ നല്ലതാണ്. അല്ലെ അല്പനേരമെങ്കിലും മൗനത്തിൽ ഇരിക്കുന്നത് ഇവരുടെ ജീവിതം ഡെഫിനറ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാറും. കാരണം ഗുരുക്കന്മാരുമായിട്ട് ചില ബന്ധമുണ്ട്, അതുകൊണ്ടാണ്. കാരണം ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഇതിനകത്തുണ്ട്. പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ശാരീരികമായ സഹായങ്ങൾ ചെയ്യുക, അതും ഇവർക്ക് ഗുണം ചെയ്യും. ശാരീരികമായ ഹെൽപ്പുകൾ ചെയ്യുക, അതൊക്കെ ഗുണം ചെയ്യും കേട്ടോ. ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം അത്തമാണ്. അത്തം നാളുകാരും അവർ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം തന്നെയാണ്. അത്തം നാളുകാർ വ്യാഴകർമ്മയും സർപ്പകർമ്മയും വരുന്നതാണ്. രാഹു കർമ്മയും വരുന്ന നക്ഷത്രമാണ്. വ്യാഴകർമ്മ വരുന്നതുകൊണ്ട് തന്നെ ഇവർ ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, അധ്യാപകന്മാരെ ബഹുമാനിക്കണം, ആത്മീയമായി നല്ല കാര്യങ്ങൾ പറയുന്നവരെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ സമാധികളിൽ പോകുന്ന നല്ലതാണ്. അതുപോലെ ഗുരുചരണം ശരണം ജപിച്ച് വ്യാഴാഴ്ച മൗനവ്രതം ആചരിക്കുന്ന നല്ലതാണ്. അല്ലെ കുറച്ചു നേരമെങ്കിലും മൗനത്തിയിരിക്കുന്ന നല്ലതാണ്. പിന്നെ ഈ അത്തം ആളുകാർ കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ഒരു നെയ്വിളക്കെങ്കിലും മനസ്സുകൊണ്ട് കരഞ്ഞ് സമർപ്പിച്ചാൽ ഭഗവാനെ അങ്ങ് ലയിച്ച് പ്രാർത്ഥിക്കണം. ഇവരുടെ ജീവിതം മാറിത്തുടങ്ങും. അത് വ്യാഴാഴ്ചകൾ ആവർത്തിക്കുന്നല്ല, രാവിലെ ചെയ്യണം. പിന്നെ മാസത്തിലൊന്നും ദൂരെയുള്ള ചൈതന്യമുള്ള കൃഷ്ണക്ഷേത്രത്തിലും പോകണം. എന്തുകൊണ്ടാണ് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞത്, ദൂരെയുള്ള ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞത്? രാഹു കർമ്മയുണ്ട്. രാഹു യാത്ര അതിൻ്റെ ഒരു രഹസ്യമാണ് രാഹുവിൻ്റെ. അപ്പം ഈ രാഹു യാത്രയുടെ ഒരു യാത്രയുടെ ഒരു ഇതാണ്. അപ്പം വ്യാഴകർമ്മയും രാഹുകർമ്മയും ഉള്ളതുകൊണ്ടാണ് യാത്ര ചെയ്ത് അല്പം ദൂരെ, എന്ന് വെച്ചാൽ തീരെ ഒരുപാട് ദൂരെയല്ല, അല്പം ദൂരെ ഉള്ള ക്ഷേത്രത്തിൽ, കൃഷ്ണക്ഷേത്രത്തിൽ പോയി, ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും. ഇത് ഇവരുടെ ഒരു രഹസ്യമാണ്. ഇനി അത്തം നാളുകാരുടെ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, ഇവർക്കും ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു കലാപരമായ കഴിവ് കൂടുതലുള്ളവരാണ്.
ഇപ്പോൾ ഒരു സംവിധായകൻ, അല്ലെങ്കിൽ ഒരു നാടകം, അല്ലെങ്കിൽ ഒരു അഭിനേതാവ്, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കഴിവ് വളരെ കൂടുതലുള്ളവരാണ്. പിന്നെ ഇവർക്ക് ഫിനാൻസ് മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്, കലാപരമായിട്ടൊക്കെ ഒരു നല്ല കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ ഈ സംഘടനകളുടെ സംഘാടനം ചെയ്യാനും കഴിവുള്ളവരാണ് അത്തന്നാളുകാർ. ഈ അത്തന്നാളുകാരുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ, അത്തന്നാളുകാരുടെ സുഹൃത്തുക്കൾ ഒരിക്കലും പലപ്പോഴും അവരെ വിട്ടു പോകാൻ സാധ്യത കുറവാണ്. അത്രയും ഒരു കഴിവുണ്ട് ഈ അത്തന്നാളുകാർക്ക്. സുഹൃത്തുക്കളെ നിലനിർത്താൻ ഭയങ്കര കഴിവാണ്. ഇവരെ പരിചയപ്പെട്ട പിന്നെ ആരും ഇവരെ മറക്കത്തില്ല. അതാണ് ഈ അത്തന്നാളുകാരുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ കുറേ നാളുകാരുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ സുഹൃത്തുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചില നാളുകാരുണ്ട്. അത്തം പെട്ടെന്ന് ഇവിടെ പറയുന്നതുകൊണ്ട് ഞാൻ അത്തത്തിന്റെ കാര്യം പറയുന്നതേ ഉള്ളൂ. അതിലൊരു നക്ഷത്രം അത്തമാണ്. സുഹൃത്തുക്കളുമായിട്ട് നല്ലൊരു ബന്ധമായിരിക്കും ഇവർക്കുള്ളത്. അപ്പം ഇവരും വളരെ ചെറുപ്പത്തിലെ പ്രാരാബ്ദങ്ങൾ, കുടുംബ പ്രാരാബ്ദങ്ങൾ എടുക്കാൻ ഒരു വിധിക്കപ്പെട്ട ഒരു ആളുകളാണ് ഇവര്. എല്ലാവരും അല്ല, ചിലരെങ്കിലും. ഇപ്പൊ ഇവരെ ഞാൻ പറഞ്ഞല്ലേ, കൃഷ്ണപ്രീതിയും ഭദ്രകാളി പ്രീതിയും പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആക്കും എന്നുള്ളതാണ്. പിന്നെ ഇവരും വ്യാഴാഴ്ച മൗനവ്രതം കൊടുക്കുന്ന നല്ലതാണ്, വ്യാഴാഴ്ച അന്നദാനങ്ങൾ ചെയ്യുന്ന നല്ലതാണ്, വ്യാഴാഴ്ച ഗുരുചരണം ശരണം എന്ന് പറഞ്ഞ മന്ത്രം ജപിക്കുന്ന നല്ലതാണ്. അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം, മനസ്സ് ജപിക്കാം. പിന്നെ അല്പനേരം ഇനി മൗനവ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്പനേരം മൗനത്തിൽ ഗുരുചരണം ശരണം ജപിച്ച് മൗനത്തിൽ ഇരിക്കുന്ന നല്ലതാണ്. ഈ വ്യാഴാഴ്ച ഗുരുചരണം ശരണം സാധിക്കുന്ന അത്രയും ജപിക്കണം. എന്ന് വെച്ച് റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ജോലിക്കടയിലോ അല്ല. ഞാൻ ഈ നക്ഷത്രക്കാരുടെ എല്ലാം പറഞ്ഞവരും ഗുരുചരണം ഒക്കെ ജപിക്കണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിച്ചാൽ മതി കേട്ടോ. മൗനത്തിൽ ഇരിക്കേണ്ടതും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്താൽ മതി. ഇനിയും പറയുമ്പോൾ നക്ഷത്രം തിരുവാതിരയാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാർ ശുക്രകർമ്മയും ചന്ദ്രകർമ്മയും ഉള്ള നക്ഷത്രമാണ്. അപ്പം ശുക്രകർമ്മ എന്ന് പറഞ്ഞാൽ DNA അസ്ട്രോളജി അനുസരിച്ച് ശുക്രകർമ്മയുള്ളവരെ തുണി സംബന്ധമായ ബിസിനസ്സുകൾ, ആഡംബരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീകളുടെ ആഡംബര വസ്തുക്കളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇതൊക്കെ ചെയ്യുന്നതും പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള ഏത് കാര്യവും ചെയ്യാൻ കഴിവുള്ളവരാണ് ചന്ദ്രകർമ്മ. ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ വേണ്ടി സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, ആളുകളെ പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ കാര്യങ്ങൾ ജീവിതം പെട്ടെന്ന് മാറ്റും. ശുക്രകർമ്മയും ചന്ദ്രകർമ്മയും. പിന്നെ ഇവർക്ക് ഈ വൈറസ് സംബന്ധമായ, അടിവയറ് സംബന്ധമായ ഒക്കെ രോഗങ്ങൾ, വൈറസ് സംബന്ധമായ, ജനനേന്ദ്രിയ സംബന്ധമായ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ശ്രദ്ധിക്കുന്ന നല്ലതാണ്. സമയത്തിനൊക്കെ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് കുടിക്കുക, പിന്നെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കുക. പലരും സമയത്തിന് ആഹാരമോ വെള്ളമൊന്നും കുടിക്കാതെ ജോലി ചെയ്യുന്നവരൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ കാണും. അതൊക്കെ ആ സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാണ്. കാരണം മൂത്രാശയ രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ ശുക്രകർമ്മ ആയതുകൊണ്ടാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നല്ല, ചിലർക്കെങ്കിലും ചെറിയ സാധ്യതകളുണ്ട്, നിർബന്ധമൊന്നുമില്ല, ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ഇവരുടെ രഹസ്യം പറഞ്ഞുതരാം. സന്ധ്യാസമയത്ത് ശിവക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ജീവിതം മാറും. അതുപോലെ സന്ധ്യാസമയങ്ങളിലെ പ്രാർത്ഥനകൾ ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് മാറ്റം വരും. ഭദ്രകാളിക്ക് ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കം ചെയ്യുന്ന നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ സന്ധ്യാസമയങ്ങളിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടത്തിലർച്ചനയും ഒരു നെയ്വിളക്കൂടെ കൊടുക്കാൻ നല്ലതാണ്. വളരെ പെട്ടെന്ന് മാറ്റം വരും. അത് വെള്ളിയാഴ്ചകൾ വൈകിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യാം, വേറെ വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിലും ചെയ്യാം. അതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ വീട്ടിൽ ഇരുന്നാണെങ്കിലും സന്ധ്യാസമയങ്ങളിൽ ഭദ്രകാളി സർവമംഗളമംഗലിയൊക്കെ ജപിച്ചാൽ വലിയ മാറ്റം വരും. അപ്പം ഇതാണ് ഇവരുടെ ഒരു രഹസ്യം. ഇവരും സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. ഇവർ തട്ടിപ്പിൽ പോയി ചാടുന്നത് എങ്ങനെ ആയിരിക്കും എന്നറിയോ? ആദ്യമൊക്കെ ഇപ്പൊ ഇവരോട് ഒരു തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചു, ഇവരുടെ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് വിചാരിച്ചു, നല്ല കൂട്ടുകാരി എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പൊ ഈ കൂട്ടുകാരി വന്നിട്ട് ആദ്യം പൈസ മേടിച്ചു കഴിഞ്ഞ് പൈസ കറക്റ്റായിട്ട് കൊടുക്കും, പലതവണ മേടിക്കും, ലാസ്റ്റ് ഒരു നല്ല തുക മേടിക്കും, അത് കിട്ടണമെന്നില്ല, നല്ല കൂട്ടുകാരി അല്ലെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഇവരുടെ വിശ്വാസം നേടിയെടുത്തിട്ട് ഇവരെ പറ്റിക്കാൻ വളരെ ഒരു സാധ്യത കൂടുതലാണ്. ഇവരുടെ വിശ്വാസം നേടിയെടുത്തിട്ട് ഇവരെ ചില ആളുകൾ അങ്ങനെ പറ്റിക്കാം. അപ്പോൾ സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ തട്ടിപ്പുകളിൽ പോയി ചാടാൻ സാധ്യതയുള്ള 4 നക്ഷത്രങ്ങൾ മകമല്ല, പൂരം, മൂലം, കാർത്തിക, രേവതി. പിന്നെ അതിൻ്റെ കൂടെ തിരുവാതിരയും ശ്രദ്ധിക്കണം, അത്തം.
ഈ നക്ഷത്രക്കാർ ഞാൻ ഇത്രയല്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് കുറച്ച് നക്ഷത്രക്കാരും ഉണ്ട്. ഞാനിപ്പോൾ ഈ 6 നക്ഷത്രം പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ 4 നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഓർക്കുന്നതനുസരിച്ച് ഇടയ്ക്ക് മറ്റു നക്ഷത്രക്കാരോട് പറഞ്ഞുതരാം. ഈ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിൽ 6 നക്ഷത്രക്കാർ ഇവരാണ്. തട്ടിപ്പുകളെ വെട്ടിപ്പുകളിലൊക്കെ പോയി ചാടാതെ ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ്. അപ്പം ഇനിയും അപ്പൊ ഇവരും തിരുവാതിര നക്ഷത്രക്കാരും സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ നടക്കാം. കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ ഫലിക്കാം, അല്ലേ? അങ്ങനെയാണല്ലോ പറയുന്നത്. ഇനിയും പൂയ നക്ഷത്രക്കാര്, ഇത് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉള്ളവരാണ്. ഇവരുടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, റിലേഷൻഷിപ്പ് ശ്രദ്ധിക്കണം. മനസ്സിലായോ? റിലേഷൻഷിപ്പ്, അതായത് സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. അതുവഴി ഇവർക്ക് സൗഹൃദങ്ങൾ പലപ്പോഴും ഇവർക്ക് അതിൽ നിന്ന് ദോഷവശങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, റിലേഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. അതിന് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തി മാലയും വെള്ളിയാഴ്ചകളും പക്ക നാളിലും ചെയ്താൽ മതി രാവിലെ. പിന്നെ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളോട് ശ്രദ്ധിക്കണം. പിന്നെ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയ നമഃ എന്ന മന്ത്രവും ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഈ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ്, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്കൊക്കെ വാഗൊണ്ട് ഓരോ തവണ വീതം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കർപ്പൂരം തൊട്ട് രാവിലെ വിളക്കിന്റെ മുന്നിൽ നിന്ന് ജപിക്കണം, വിളക്കം തൊട്ട് ജപിക്കണം. കുളിച്ച് ഈറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറി എന്ന് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടന്നുചു തൊട്ട് സ്വയം പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് വാഗൊണ്ട് ഒരു തവണ ജപിക്കണം. എന്നിട്ട് തല തോർത്തുക, വലതുകാലം വെച്ചുറങ്ങുക. അല്ലെ തല തോർത്തി കഴിഞ്ഞ് കുളിമുറിയെന്നും ബാക്കി പ്രാർത്ഥനകളും ചെയ്യാം. കുളിമുറി കക്കൂസൊക്കെ കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറണം, വലതുകാലം വെച്ചിറങ്ങണം. അവിടുത്തെ നെഗറ്റീവ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ ആവശ്യം പോലെ ചെയ്യുക. ഈ കുളിച്ചീറനോട് ഓം നമോ നാരായണായ ജപിക്കണം, വ്യാഴാഴ്ച ജപിക്കണം, ഞായറാഴ്ച ജപിക്കണം. പിന്നെ ചൊവ്വ വ്യാഴം ഞായർ ഈ ദിവസങ്ങളിൽ ശനി ഈ ദിവസങ്ങളിൽ ആവർത്തിക്കുന്നുള്ളൂ. അല്ലാത്ത ദിവസം കുളിച്ച് തല തോർത്തി കഴിഞ്ഞ് ജപിച്ചാലും മതി. ഇപ്പൊ ഈ നക്ഷത്രക്കാർക്ക് അതിന്റെ ഗുണമുണ്ടാകും. പൂയ നക്ഷത്രത്തിന്റെ കാര്യം പറയുന്നു കേട്ടോ. അപ്പം ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാരും ഈ അവര് കാണുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഭാവിയിൽ നടക്കാം. ഈ പൂയ നക്ഷത്രക്കാര് അവര് കാണുന്ന സ്വപ്നങ്ങളും ഭാവിയിൽ നടക്കാം. ഞാനത് പറയാൻ വിട്ടുപോയി എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു. ഇനി ഉത്രട്ടാതിയിലേക്ക് വരികയാണ്. അപ്പൊ ഉത്രട്ടാതി നക്ഷത്രക്കാരും അവർ കാണുന്ന സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാമെന്നുള്ളതാണ്. അങ്ങനെയുള്ള നക്ഷത്രം തന്നെയാണ്. ഇവര് ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും വരുന്നതാണ് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ചന്ദ്രകർമ്മ വരുന്നവരെല്ലാം ഈ കൂടുതൽ ആളുകളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നതും കൂടുതൽ ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും പൊതുപ്രവർത്തനങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഗുണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും അത് നമുക്കിപ്പം പൊതുപ്രവർത്തനം പറ്റിയില്ലേ പോലും നമുക്കറിയാവുന്ന ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് അതൊരു സേവനമാണ്. പിന്നെ വ്യാഴകർമ്മയും കൂടെ വരുന്നുള്ളതുകൊണ്ട് കൃഷ്ണപ്രീതി വളരെ ഗുണമാണ്. അതുപോലെ ഗുരുക്കന്മാരുടെ സമാധി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച മൗനവ്രതം എടുക്കുന്നത് നല്ലതാണ്. മൗനവ്രതം എടുക്കാൻ പറ്റിയില്ല ഒരു അല്പനേരം ഗുരുചരണം ശരണമെന്ന് മനസ്സിൽ ജപിച്ച് മനസ്സിൽ ജപിച്ച് ധ്യാനിച്ചിരിക്കുന്ന മൗനത്തിൽ ഇരിക്കുന്ന നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഉത്രട്ടാതി നാളുകാർക്ക് ഏറ്റവും ഒരു പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് എന്താണെന്നറിയാമോ? അത് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഉള്ള ഒരു സ്കിൽ ഇവർക്കുണ്ട്. ഒരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ കഴിവുള്ളവരാണ് ഇവർ. കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വളരെ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ടീച്ചിങ് മേഖല നല്ലതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മേഖല നല്ലതാണ്. അതുപോലെ തന്നെ മീഡിയ, ഈ ആങ്കറായിട്ടും മീഡിയയിൽ ഈ ചാനൽ ചർച്ചകളിൽ മീഡിയ പ്രവർത്തകരായിട്ടും ഒക്കെ വളരെ കഴിവുള്ളവർ തന്നെയാണ്. അതാണ് ഇവരുടെ ചില രഹസ്യങ്ങൾ. ഇനിയും പറയാൻ പോകുന്ന ഉത്രാട നക്ഷത്രക്കാരും അവർ കാണുന്ന ചില സ്വപ്നങ്ങൾ ഭാവിയിൽ നടക്കാമെന്നുള്ളതാണ് ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു രഹസ്യം. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ കൃഷ്ണക്ഷേത്രത്തിൽ ബന്ധപ്പെട്ട അവിടെ ഒരു പുനരുദ്ധാരണത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും. അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അവിടത്തേക്ക് സേവനങ്ങൾ ചെയ്യുക, പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവര് കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിസ്വാർത്ഥമായി സേവനങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ലൈഫിൽ മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പുനരുദ്ധാരണത്തിനും ഒരു അവിടത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക,
അല്ലെ അവിടെ ഭഗവാന്റെ നിവേദ്യത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുക, അല്ലെ കിണറുമായി ബന്ധപ്പെട്ട് പുരോഗമന പ്രവർത്തനങ്ങൾ ചെയ്യുക, അല്ലെ അവിടെ ഏതെങ്കിലും പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നമ്മളാവുന്ന ഒരു വീതം കൊടുത്താൽ പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. അതാണ് ഒരു രഹസ്യം. പിന്നെ ഇവർക്ക് കൃഷ്ണപ്രീതി വളരെ മാറ്റം വരുത്തും ജീവിതത്തിൽ. ഇവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ട മേഖല നല്ലതാണ്, ടെക്നിക്കൽ മേഖല നല്ലതാണ്, റെസ്റ്റോറൻറ്റുകൾ നല്ലതാണ്, റെസ്റ്റോറൻറ്റുകൾ നല്ല മേഖലയാണ്. അപ്പം ഇങ്ങനെ ചില കഴിവുകളുണ്ട്. പിന്നെ ഫിനാൻസ് മേഖല നല്ലതാണ്. ഒരു ജോലിയിൽ തന്നെ കൂടുതൽ നാൾ തുടരാൻ കഴിവുള്ള നക്ഷത്രങ്ങളാണ് ഉത്രാടം. ഒരു ജോലിയിൽ തന്നെ കുറേ നാൾ സ്ഥിരമായിട്ട് വർഷങ്ങളോളം നിൽക്കാൻ ഒരു കഴിവുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. അപ്പം ഇത്രയും നക്ഷത്രങ്ങളാണ്. ഇനി ഞാൻ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം. അതായത് വിശാഖം, പൂയം, ചതയം ഈ നാളുകളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടില് രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉണ്ടെന്ന് പറയാം. ഇപ്പൊ രാഹു കർമ്മയും ചന്ദ്രകർമ്മയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിദേശത്ത് ജോലിക്ക് പോകാനോ ആ വീട്ടിൽ നിന്ന് പൊതുപ്രവർത്തകരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലരും അങ്ങനെ ഉണ്ടാകണമെന്നില്ല, ഒരു സാധ്യത കൂടുതലാണ്. ആ വീട്ടിലുള്ളവർ കൃഷ്ണക്ഷേത്ര ദർശനം നടത്തിയാൽ അവർക്ക് പെട്ടെന്ന് മാറ്റം വരും. ദൂരെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസത്തിലൊന്ന് ആ വീട്ടിൽ നിന്നുള്ളവർ പോയാലും അവരുടെ ലൈഫ് അതോടെ ചേഞ്ചായി. എഴുതി വെച്ചു. പിന്നെ ഈ പുണർദം, ചോതി, അവിട്ടം ഈ നക്ഷത്രക്കാര് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടില് ശനി കർമ്മ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ശനി കർമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചില ഉയർച്ച ഉണ്ടാകും, പെട്ടെന്ന് ചില പ്രശ്നങ്ങളും ഉണ്ടാകാം, ചില ദുരിതങ്ങള്, ചിലപ്പം ചില വാഹനാപകടങ്ങള്, പിന്നെ ചില ആരോഗ്യ ക്ലേശങ്ങള്, ദുരിതങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോലി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ശനികർമ്മ ഉള്ളതുകൊണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ കലഹം, മദ്യപാനം, ബഹളം, അടിപിടി, രാത്രിയിൽ ഓടിച്ചിട്ട് വഴക്ക് പിടിക്കുക, ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സാധ്യതകൾ എല്ലാവരും പറ്റി ഉണ്ടാകണമെന്നില്ല. ശനികർമ്മ ഉള്ളതുകൊണ്ട് സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. അതിന് ഏറ്റവും പരിഹാരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓം നമോ നാരായണായ എന്ന മന്ത്രം രാവിലെ വിളക്കിന്റെ സൈഡിൽ നിന്ന്, അല്ലെ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം, പടിഞ്ഞാട് തിരിഞ്ഞു നിന്ന് ഒരു നുള്ളു ഭസ്മം വലതു കൈയുടെ ഉള്ളംകൈയിൽ വെച്ച് പടിഞ്ഞാട് തിരിഞ്ഞു നിന്ന് ഓം നമോ നാരായണായ എന്ന് നിങ്ങൾ ആ വീടിനെ മൊത്തം ചിന്തിച്ച് സന്തോഷമായിട്ട് പടിഞ്ഞാട്ട് ഊതുക ഭസ്മം. വീണ്ടും ഒരു നുള്ളു ഭസ്മം വെച്ച് നിങ്ങളെ തന്നെ പാദം മുതൽ ശിരസ് വരെ ചിന്തിച്ച് ഓം നമോ നാരായണായ ഒരു തവണ വാഗുകൊണ്ട് ജപിച്ച് ഭസ്മം പടിഞ്ഞാട്ട് ഊതുക. ഒരു നുള്ളു മതി. അപ്പം ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് ഒരു വ്യക്തിക്ക് ചെയ്യാം, അവരവർക്ക് തന്നെ സ്വയം ചെയ്യാം. ഇത് കഴിവതും വെളുപ്പിനെ എഴുന്നേറ്റ് അങ്ങ് ചെയ്യുന്നതല്ല, ആരും കാണാതെ ചെയ്യുന്നതാണ് നല്ലത്. അത് മതി. പിന്നെ നമ്മൾ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. കൃഷ്ണക്ഷേത്ര ദർശനം പെട്ടെന്ന് ഇവരുടെ ലൈഫ് ചേഞ്ച് ആകും. ഈ നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ദൂരെയുള്ള ചൈതന്യം കൂടി കൃഷ്ണക്ഷേത്രത്തിൽ പോകുമ്പോഴും വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ ശിവന് ശനിയാഴ്ചകളിൽ കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയ അർച്ചന, നെയ്യ്, ഒരു കൂടി ഭസ്മം ഈ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും മാറ്റം ഉണ്ടാകും. ഇതൊക്കെ ലളിതമായ കാര്യങ്ങളാണ്. അപ്പം ആ വീട് രക്ഷപ്പെടും. ഒരു പ്രശ്നവും ഇല്ല, ഒരു കലഹവും ഇല്ല, ഒരു വഴക്കവും ഇല്ല. എല്ലാവരും രക്ഷപ്പെടും. വീട്ടിലുള്ള ആ വീടിന് രക്ഷപ്പെടും. ഇതൊക്കെ അനുഭവത്തിനനുസരിച്ച് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനിയും മകയിരം, അത്തം, ഉത്രാടം, വിശാഖം, പൂയം, ചതയം ഈ 6 നക്ഷത്രക്കാരി ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് വിദേശത്ത് പോയി, അല്ലെ ദേശം വിട്ട് ജോലി ചെയ്യാനോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ അങ്ങനെ സമ്പന്നരാകാനോ ഒക്കെ യോഗമുള്ള ഒരു 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 നക്ഷത്രങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ആ വീട്ടിൽ നിന്ന് പൊതുപ്രവർത്തകരും ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള അല്ലെ അറിയപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വെച്ചാൽ എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാകുന്നതല്ല, സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ ചില നക്ഷത്ര രഹസ്യങ്ങളാണ്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം ചില ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ചിലര് ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്തു പോയി എന്ന് വിചാരിച്ചു. അവിടെ ക്ഷേത്രത്തിന്റെ ചിട്ടകൾക്ക് അനുസൃതമല്ലാതെ ചില തെറ്റുകൾ അറിയാതെ ചെയ്തു പോയി. അപ്പം ചിലയിടത്ത് തിരുമേനിമാർ വഴക്ക് പറയും. പക്ഷെ ആ തിരുമേനിമാർ വഴക്ക് പറയുന്നത് നമുക്ക് അവരോട് വിരോധം തോന്നേണ്ട കാര്യമില്ല, അവർക്ക് ആ ജോലി ആത്മാർത്ഥം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മളത് അവരോട് വിരോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ചിലപ്പോൾ അവർക്ക് വിഷമം വരും. ഈ അറിയാതെ ചില തെറ്റ് പറ്റി, ആ തെറ്റ് പറ്റി അപ്പൊ തിരുമേനി വഴക്ക് പറയുക, അല്ലെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ ആരെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വിഷമം തോന്നാം. അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവിടെ തിരുമേനി പറയുന്നത് തിരുമേനിക്ക് ജോലിയുള്ള ആത്മാർത്ഥം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ കർമ്മദോഷം അവിടെ കൊണ്ട് മാറിക്കിട്ടും. ഇതെനിക്ക് വ്യക്തമായിട്ട് അറിയാം, പലരുടെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ
അതായത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളിപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ ഒരു തെറ്റ് പറ്റി, നമുക്ക് അറിയാതെ പറ്റിയ തെറ്റിന് ഒരു കുഴപ്പമില്ല, ഈശ്വരനോട് മാപ്പി ചോദിക്കുക. പിന്നെ ചിലപ്പം തിരുമേനി പറയും നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെ അത് പുള്ളിയോട് വിഷമം തോന്നുന്ന കാര്യമില്ല, അത് പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യുന്നു. നമ്മൾ ദേവിയോട് അല്ലെ ദേവനോട് മാപ്പ് പറയുക, അറിയാതെ പറ്റുക, അതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ ദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല, വിഷമിക്കണ്ട. മാത്രമല്ല നമ്മൾ അറിയാതെ ചെയ്യുക, നിങ്ങളുടെ കർമ്മദോഷം അവിടെ തീരുക. അങ്ങനെ അവിടെ കൊണ്ട് കർമ്മദോഷം തീർന്ന് രക്ഷപ്പെട്ടവരുണ്ട് എൻ്റെ തന്നെ കസ്റ്റമറിൽ പലരും. മനസ്സിലായോ? അപ്പൊ ഈ നമ്മൾ ചിലയിടത്തുനിന്ന് ചിലപ്പോൾ നമ്മൾ ചില വഴക്ക് കേൾക്കും, ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകും. അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ കർമ്മദോഷങ്ങൾ തീരുക. അത് മനസ്സിലായില്ലേ? നിങ്ങൾ പുതിയൊരു മാറ്റത്തിലേക്ക് വരാൻ പോവുക, അങ്ങനെ വിചാരിക്കുക. അതാണ് സത്യം. അല്ലാതെ യാതൊന്നും വിഷമിക്കുന്ന കാര്യമില്ല. സന്തോഷമായിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി എന്ത് നൽകിയാലും അത് നമ്മുടെ നന്മയ്ക്കാന്ന് അറിയുന്ന നിമിഷം നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും. അതാണ് യഥാർത്ഥ അറിവ്. ദൈവം എന്ത് നൽകിയാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അതറിയുന്നതാണ് യഥാർത്ഥ അറിവ്. അവിടെ തൊട്ട് ജീവിതം മാറാൻ തുടങ്ങും. ഞാനൊക്കെ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് ഇത്രയും നല്ല കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ കഴിവല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു അധ്യാപകനാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഒരു കോളേജ് അധ്യാപകൻ ആഗ്രഹിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി കോളേജ് അധ്യാപകനായിരുന്നു, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ. ഇത് രണ്ടിലേതെങ്കിലും ആയിരുന്നു എൻ്റെ ആഗ്രഹം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഇപ്പം ആഗ്രഹമൊന്നുമില്ല. ഇപ്പം ആ ശിവവിദ്യ, ഭഗവാനെ നമുക്ക് ആ കിട്ടിയ വിദ്യ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. അപ്പം ഇത് ഞാനൊരു കോളേജ് അധ്യാപകനാകുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ നല്ലൊരു അധ്യാപകനായേനെ. എനിക്ക് ആളെ പഠിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഞാനൊരു അധ്യാപകൻ, മികച്ച അധ്യാപകനായേനെ. പക്ഷെ അതുകൊണ്ട് കുറച്ച് കുട്ടികൾക്ക് ഗുണം ചെയ്യും. പിന്നെ ഞാനൊരു പോലീസ് ഓഫീസർ ആയിരുന്നു, എനിക്കറിയത്തില്ല എങ്ങനായിരുന്നുള്ളത്. ഇതിൽ രണ്ടും ആയില്ല. ഈശ്വരൻ എനിക്ക് നൽകിയത് ഇതുപോലുള്ള നല്ല അറിവുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. ലക്ഷക്കണക്കിന് ലോകത്തെമ്പാടുമുള്ള ആളുകൾ, മലയാളികൾ, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടക്കുമ്പോൾ അവർ ഈശ്വര എന്ന് വിളിക്കുന്നു. ഈശ്വരൻ എനിക്ക് തന്ന നിയോഗം അതാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് സന്തോഷിക്കുക, അതിന് അതായില്ലല്ലോ ഇതായില്ലല്ലോ എന്നുള്ളത് അല്ല. ദൈവം നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ പല തിരിച്ചടികളും നൽകും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായതാണ്. വീടൊക്കെ ജപ്തിയൊക്കെ വന്നതും ഒക്കെയാണ്. പക്ഷേ ഒന്നിനും ഞാൻ ഈശ്വരനെ വെറുത്തിട്ടില്ല. ഈശ്വരനോട് ഞാൻ ഞാൻ വേറെ വിശ്വാസത്തിലോട്ട് പോയിട്ടില്ല. ഈശ്വരൻ നിന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വിശ്വാസം ഏതാണോ അതിൽ ഞാൻ ഉറച്ചു തന്നിട്ടുണ്ട്. ഈശ്വരൻ എനിക്ക് നൽകിയതെല്ലാം എൻ്റെ ജീവിതത്തിൽ പാഠങ്ങൾ പഠിക്കാൻ ഉള്ള അവസരങ്ങളായിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായി. നമുക്ക് ചിലപ്പോൾ ഈശ്വരൻ നമ്മളെ പല പാഠങ്ങളും പഠിപ്പിക്കുന്ന പല അനുഭവങ്ങളിലൂടെയാണ്. അത് ചിലപ്പോൾ ചിലർ നമ്മളെ വഴക്ക് പറഞ്ഞെന്നിരിക്കും, അല്ല ചില കാര്യങ്ങളിൽ പരാജയപ്പെട്ടെന്നിരിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിന് കരുത്തുണ്ടാകാനും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ മനസ്സിന് കൂടുതൽ കരുത്ത് വേണം. അതിന് നൽകുന്ന ചില ഒരു നടപടിക്രമങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഈശ്വരൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തൊട്ട് ജീവിതം മാറാൻ തുടങ്ങും. ആ ഒരു പരമമായ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഈ നിമിഷത്തിൽ ചെയ്യുന്നത്. അത് ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. എന്തോ നൽകിയാലും അതിൽ സന്തോഷിക്കുക. ഈശ്വരനോട് നന്ദി പറയുക. നമുക്ക് പരാജയങ്ങളാണ്, അതിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ പരിശ്രമിക്കുക. എത്തുക തന്നെ ചെയ്യും. വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളവരെല്ലാം പല കാര്യങ്ങളും പരാജയപ്പെട്ട ശേഷമാണ്. ആ പാഠങ്ങളാണ് അവരുടെ കരുത്ത്, മനസ്സിന്റെ കരുത്ത്. അത് ഈശ്വരൻ കൊടുത്ത അവസരങ്ങളാണ് കൂടുതൽ കരുത്തരാകാൻ വേണ്ടി. അത് മനസ്സിലാക്കുക. എപ്പോഴും ഈശ്വരന് നന്ദി പറയുക. ഈശ്വരന് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ഈശ്വരന് നന്ദി, മഹത്വം അവിടുത്തെ പാദങ്ങളിൽ എല്ലാം സമർപ്പിക്കുന്നു. പരമേശ്വര, പരമഗുരു, സർവകർമാർപ്പണം. ശിവശിവ. എല്ലാം ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഈശ്വര നന്ദി, മഹത്വം എല്ലാത്തിനും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അതാണ് ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ, നന്മ ഉണ്ടാകട്ടെ. സിദ്ധമന്ത്രമാണ്. എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ആ മനസ്സിൽ സങ്കല്പിച്ചാണ് ഞാൻ ഓം നർപ്പവി 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 എന്ന് പറയുന്നത്. അവരുടെ എല്ലാ ജീവിതത്തിനും ഗുണം ഉണ്ടാവും. ആ പ്രാർത്ഥന വെറുതെ ആകത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.